കിഴക്കൻ മേഖലയിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും നിരവധി വീടുകൾ തകർന്നു. ഉരുൾപൊട്ടലിൽ 2 പേർ മരണമടഞ്ഞു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ അതിതീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. 2018 പ്രളയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന സാഹചര്യമാണ് കിഴക്കൻ മേഖലയിൽ ഉണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച കനത്ത മഴ തുടർന്നതിനിടയിലാണ് വെളുപ്പിന് 3 മണിയോടെ ഉരുൾപൊട്ടലുണ്ടായത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടത്ത് ശക്തമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. മലവെള്ളപ്പാച്ചിലിൽ പയ്യാനിത്തോട്ടം മാടപ്പാട്ട് ജോണിയുടെ വീട് തകർന്നു. കോൺക്രീറ്റ് മേൽക്കൂര മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. വീട്ടിലെ വാഹനങ്ങളും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന ജോണിയുടെ ഭാര്യ റെജീനയും മകൻ ജോസ്ഫിനും മരണത്തിന് കീഴടങ്ങി. രക്ഷാപ്രവർത്തനം ദുഷ്കരമായപ്പോൾ രാവിലെ 10 മണിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തീക്കോയി, മംഗളഗിരി എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. ശക്തമായ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായതോടെ ഗതാഗതവും സ്തംഭിച്ചു. വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടായി. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഈരാറ്റുപേട്ട മേഖലയിലും വെള്ളപ്പൊക്കമുണ്ടായി. അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തത്ര വെള്ളപ്പൊക്കമാണ് ഈരാറ്റുപേട്ടയിലും ഉണ്ടായത്. വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരണമടഞ്ഞു. തലനാട്, തീക്കോയി മേഖലകളിൽ കൈത്തോടുകൾ വരെ നിറഞ്ഞു കവിഞ്ഞപ്പോൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട നിലയിലായി. ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിനെത്തി. രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായതോടെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയത് ആശ്വാസമായി. കനത്ത മഴ തുടർന്നാൽ നാശനഷ്ടം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി മോൻസ് ജോസഫിൻ്റെയും റവന്യൂ അധികാരികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ യോഗം തീരുമാനിച്ചു. തലനാട്, തീക്കോയി മേഖലകളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി സാധനങ്ങൾ ഒഴുകിപ്പോയതും വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉളവാക്കിയത്. അപ്രതീക്ഷിതമായ മഴ മേഖലയിൽ കനത്ത നഷ്ടമാണ് ഉളവാക്കിയിരിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.